മൂപ്പറല്ലേ വരുന്നത്, എന്തോ പറയാനുണ്ടാവും. എന്താ മൂപ്പറെ, നിന്നെ പറയാലൂടെ കണ്ടിട്ട്. ഏട്ടാ, എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ തിരക്കായിരുന്നേ, ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഞാനൊരു ആർട്ട് പേഷ്യൻ്റ് അല്ലേ, ഗുളിക തിന്നും അങ്ങനെ ജീവിക്കുന്നു. ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം, അതുപോലെ തന്നെ കൃത്യസമയത്ത് കഴിക്കുകയും വേണം. എന്തായി നിന്റെ ബിസിനസ്സൊക്കെ? ബിസിനസ്സൊന്നുമില്ലാന്ന്, ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞ്. ഇപ്പം ഞാൻ ആകെ കടം കയറി നിൽക്കുക. എന്താ ചെയ്യാം? കച്ചവടമാകുമ്പൊക്കെ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യാനാ? കച്ചവടം ചെയ്ത് ആകെ നഷ്ടത്തിൽ കിടക്കുക. പൈസയെല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. എന്താ ചെയ്യപ്പോൾ ആകെ പ്രശ്നം തന്നെ. എനിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ, ഒരു മോളല്ലേ ഉള്ളൂ, കുറെ മക്കളൊന്നും ഇല്ലല്ലോ. അഞ്ചന്തിന് നാനാഴി എന്ന് പറഞ്ഞ പോലെ ഒരു മോള് പോരെ ഇപ്പോഴത്തെ കാലത്ത്. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില കൂടുന്നില്ല നല്ലോണം സ്വർണത്തിന്. പിന്നെന്താ, ഓള് സുന്ദരി പെണ്ണല്ലേ, പിന്നെ എന്തിനാ അധികം സ്വർണം കൊടുക്കുന്നു? ഞാനൊരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനല്ലേ, മോളുടെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഒരു 10-20 പവനുകൾ കൊടുക്കണ്ടേ? ഓ ശരി ശരി, നിന്റെ മോളെ കല്യാണം എപ്പാണ്? ആ കല്യാണം ക്ഷണിക്കാൻ വന്നിയാ? അതിപ്പോൾ ഏട്ടന് ഞാൻ പറയുമ്പോൾ വിഷമാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്ത് പ്രധാനപ്പെട്ട കാര്യം? നീ പറയട്. ഏട്ടനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് വിഷമാവണ്ടെന്ന് വിചാരിച്ചാൽ പറഞ്ഞതാ. പക്ഷേ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം പറയാതിരിക്കാനും പറ്റൂല. അത് പിന്നെ ചേട്ടാ, ഈ വീടിൻ്റെ പറമ്പിൻ്റെ ഷെയർ എനിക്ക് കിട്ടണം, പാർട്ടീഷൻ ആക്കണം, അത് പറയാൻ വന്നതാ. അതാണോ കാര്യം? അതെന്താ അത് ഏട്ടനും നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞത്? ഞാൻ പറഞ്ഞത് ഗൗരവമുള്ള ഒരു വിഷയമല്ലേ. എന്ത് ഗൗരവം? അതൊക്കെ അന്നേ പാർട്ടീഷൻ ആയതല്ലേ. പാർട്ടീഷൻ ആക്കിയെന്നോ? അതെപ്പോ? അതിന് വല്ല രേഖയുണ്ടോ? അച്ഛന് 2 മക്കളെ ഉള്ളൂ, അത് ഞാനും നീയും. അച്ഛൻ മരിക്കുന്നതിന് മുമ്പിൽ അത് തീരുമാനാക്കിയതല്ലേ. എന്ത് തീരുമാനമാക്കിയെന്നാ ചേട്ടനീ പറയുന്നത്? ഈ സ്വത്തും വീടും ഒക്കെ എപ്പോഴാ പാർട്ടീഷൻ ആക്കിയത്? ഞാനറിയണ്ടേ അങ്ങനെ ആകുമ്പോ? ഞാനറിയില്ലല്ലോ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീടിന്റെ ഷെയർ വേണോന്ന്. നീ എന്നെ പറഞ്ഞ എനിക്ക് വേണ്ടാന്ന്. അപ്പോഴും ഞാനത് പറഞ്ഞു എന്നുള്ളത് ശരിയാ. അപ്പോഴൊക്കെ എൻ്റെ ബിസിനസ്സ് നന്നായിട്ട് പോകുന്നുണ്ട്, ഞാൻ വേറെ വീട് സ്ഥലമൊക്കെ ആക്കി. പക്ഷേ ഇപ്പോഴതല്ല സ്ഥിതി. ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഞാൻ ആ കുത്തുപാളി എടുക്കുക. ഇപ്പോഴെന്താണോ പ്രശ്നം? മോളുടെ കല്യാണം തീരുമാനിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ തീരെ കുറവാണ്. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും കല്യാണം നടന്നില്ലെങ്കിൽ. അറിയാമോ, സ്വർണം വാങ്ങണം, ഒരുപാട് ചിലവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഈ സ്വത്തിൻ്റെ വീടിൻ്റെ ഷെയർ കിട്ടിയേ പറ്റും. എനിക്കറിയില്ലേ, എൻ്റെ മോനാണ് ഇപ്പം എന്നെ നോക്കുന്നത്. എൻ്റെ ഭാര്യ മരിച്ചത് നീ അറിയില്ലേ? ഞാനൊരു ആർട്ട് പേഷ്യൻ്റാണ്. എന്നിട്ട് നിങ്ങളുടെ മോനെവിടെ? അവനെവിടെ പോയി? അവന് ജോലിയൊന്നും ശരിയായിട്ടില്ലേ? അവനിപ്പോൾ ഓരോ കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോയി കയറി ഇറങ്ങി വരികയാണ്. ഓന് 10-28 വയസ്സായില്ലേ, കല്യാണമൊന്നും നോക്കുന്നില്ലേ? ജോലിയും കൂലിയില്ലാതെ ഓൻ ആരോടെ പെണ്ണു കൊടുക്കുക? ജോലിയെല്ലാം ആവട്ടെ, അന്നേരം നമുക്ക് നോക്കാം. അതൊക്കെ പോട്ടെ. അല്ല, ഈ വീട് സ്വത്തൊക്കെ പാർട്ടീഷൻ ആക്കുന്ന കാര്യം എന്തായി? ചേട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നോട് എത്രയായി പറയുന്ന, അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ ഈ വീട് സ്വത്ത് എനിക്കാന്ന്. അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ, അതിന് പ്രത്യേകിച്ച് രേഖയൊന്നുമില്ലല്ലോ. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രേഖയാക്കിയിട്ടൊന്നുമില്ലല്ലോ. അത് ശരി, അച്ഛന്റെ വാക്കിന് നിനക്കൊരു വിലയില്ല. അച്ഛന്റെ വാക്കും വിലയും നോക്കിക്കൊണ്ടിരുന്നാല് എന്റെ മോളെ കല്യാണത്തിന് എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്വത്തിന്റെ ഷെയർ എനിക്ക് തരണം. അപ്പൊ നിനക്ക് ഇതിന്റെ ഷെയർ വേണടാ അല്ലേ? വേറെ വഴിയില്ലാട്ടാ, എന്താ ചെയ്യാ? നിന്നെ പ്രസവിച്ച് 1 മാസം കഴിഞ്ഞേരാണ് നമ്മുടെ അമ്മ മരിച്ചത്. നിന്റെ തീട്ടവും മൂത്രമൊക്കെ എടുത്ത് നിന്നെ പോറ്റിയത് ഞാനാ. അത്ര പുരാണ കഥകളൊക്കെ പറയാൻ എല്ലാവർക്കും കാണുക കേട്ടാ. അത് വിട്, ഈ ഷെയറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഏട്ടൻ അറ്റാക്ക് വന്ന് മരിച്ചെന്ന് തോന്നുന്നു. വേഗം ഇവിടുന്ന് മുങ്ങാം, ഇല്ലെങ്കിൽ ഒരു പുലുപാലാകും. ഷെയറൊന്നും വേണ്ട. പോയി, ഭയം പോയി, രക്ഷപ്പെട്ടു. എന്റെ അഭിനയം കണ്ടു പേടിച്ചോ തോന്നുന്നത്. ഇനി അവൻ ഷെയർ ചോദിച്ച് ഈ ഭാഗത്തേക്ക് വരൂല.